18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ഉദ്യോഗസ്ഥനായിരിക്കെ ഹൈന്ദവ വിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് ജനിച്ചു. വിശ്വാസ പരിവർത്തനത്തിന് മുൻപ് നീലകണ്ഠപിള്ള എന്ന പേരുണ്ടായിരുന്ന അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ കാര്യദർശിയായിരുന്നു. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈനാധിപൻ ഡിലനോയിയെ ഏൽപ്പിച്ചു. ഡിലനോയിയുടെ സഹായിയായി മഹാരാജാവ് പിള്ളയെ നിയമിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് പിള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് മിഷണറി ആയിരുന്ന ബുട്ടാരി എന്ന ഈശോ സഭാ വൈദികനിൽ നിന്ന് 1745 മെയ് 17 ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം പിള്ള എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ പിള്ളയ്ക്ക് സാധിച്ചില്ല. രാമപുരം, വടക്കേക്കുളം, നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി പിള്ള ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഇത് രാജസേവകരുടെയും പിള്ളയുടെയും സഹപ്രവർത്തകരുടെയും കോപം ജലിപ്പിച്ചു. നമ്പൂതിരിമാരെ വെറുത്തിരുന്ന രാമയ്യൻ ദളവയുടെ കൂടി സഹായത്തോടെ പിള്ളയ്ക്കെതിരെ അവർ ഉപജാപം നടത്തി രാജദ്രോഹം കുറ്റം ചാർത്തി രാജസമക്ഷം അവതരിപ്പിച്ചു. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക. രാജാവ് ഉത്തരവിട്ടു. പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള പക്ഷേ ക്രിസ്തുവിനൊപ്പം നിന്നു. പിള്ളയുടെ കാലുകൾ ബന്ധിച്ച് ദിവസവും 30 അടി വീതം കാൽ വെള്ളയിലടിക്കാൻ രാജാവ് ഉത്തരവിട്ടു. വഴി പോക്കർ പോലും പിള്ളയെ മർദ്ദിച്ച് രസിച്ചു. മുളക് പൊടി ചുറ്റിനുമിട്ട് പുകയ്ക്കുക, എരുക്കിൻ പൂമാലയണിച്ച് പൊള്ളുന്ന വെയിലത്ത് എരുമപുറത്ത് കയറ്റി നടത്തുക, മുഴുവൻ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾ. 4 കൊല്ലത്തോളം ജയിൽവാസം. 1752 ജനുവരി 14 വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടി മലയിലെ ഒരു പാറയിൽ കൊണ്ടുചെന്ന് നിർത്തി. തനിക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചു. പാറയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി. അങ്ങനെ ധീര രക്തസാക്ഷിത്വം വരിച്ചു. ചങ്ങലങ്ങളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദേവസഹായം പിള്ളയുടെ പെയിന്റിംഗ് ഇന്നും അദ്ദേഹത്തിൻ്റെ വീരോചിത വിശ്വാസ സാക്ഷ്യത്തെ എടുത്തുകാട്ടുന്നു. 2004 ഭാരത മെത്രാന്മാരുടെ സമിതിയുടെ തമിഴ്നാട് ശാഖ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് വത്തിക്കാനോട് ശുപാർശ ചെയ്തു. ദേവസഹായം പിള്ളയെ രക്തസാക്ഷിയായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾക്ക് 2012 ബെനഡിക്റ്റൻ 16 മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു. 2012 ഡിസംബർ 2 കത്തോലിക്ക സഭ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അന്നത്തെ വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ആഞ്ചലോ അമാത്തോ ഇന്ത്യൻ മനസാക്ഷിയുടെയും തമിഴിൻ്റെയും പ്രതീകമായാണ് ദേവസഹായം പിള്ളയെ വിശേഷിപ്പിച്ചത്. 2022 മെയ് 15 10,000ങ്ങളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധനായ ദേവസഹായം പിള്ളയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.